സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് എപ്പോഴും ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടുന്നതാണ്. നമ്മളിന്നൊരു വെറൈറ്റി കാർ മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ BMW, ഇത് നമ്മൾ കസ്റ്റം ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പവർ കാണിച്ചു തരാം. നമ്മുടെ പിന്നെ മൊത്തം ഒരു 5 വണ്ടിയുണ്ട്, പക്ഷേ എനിക്ക് 5-ൽ ഏറ്റവും ഇഷ്ടം ഈ വണ്ടിയാണ്. ഞാൻ കയറ്റിയതാണ്, ഇത് ഞാൻ എൻജിൻ കയറ്റിയതാണ്. ഇത് ഞാൻ ഓഫ് റോഡ് പോകാൻ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് ഗെയിം തുടക്കത്തിൽ കിട്ടിയത്. ഇത് ഞാൻ എടുത്തതാണ് ഗൈസ്. ഒരു വിൻറ്റേജ് ക്ലാസിക് ലുക്ക് കൊണ്ടപ്പോൾ എടുത്തതാണ്. അത് ഇതെടുത്ത് ന്യൂ കാറിലല്ലോ, അപ്ഡേറ്റ് കാറ്. നമ്മളിതിൽ പോകാൻ നേരം ഇത് ഞാൻ ഇതിൽ ശരിക്കുള്ള ഹോഴ്സ് പവറും 320-ഉം 350 NM ടോർക്കുമാണ്. ഞാനത് അപ്ഗ്രേഡ് ചെയ്ത് 692 HP-യും ഹോഴ്സ് പവറും 1025 NM ടോർക്കും ആക്കി. 1025 NM ടോർക്ക് തന്നെയല്ലേ. ഞാൻ സസ്പെൻഷനൊക്കെ ഫുള്ള് താത്തിയിട്ടേക്കുവാണ്. പിന്നെ ഞാനിത് ബ്ലാക്ക് നിറം കയറ്റി, ബ്ലാക്ക് നിറം. പിന്നെ ഇത് ഞാൻ BM-ൻ്റെ കളർ ഇതാക്കാനാണ്. പിന്നെ ഈ സ്റ്റിക്കർ കയറ്റി, പിന്നെ ഈ സ്റ്റിക്കർ കയറ്റി ഗൈസ്. അതൊന്ന് വീഡിയോ കട്ടായിപ്പോയി. പിന്നെ ഈ സ്റ്റിക്കർ കയറ്റി, അത് വേറെ സാധനം. ഈ സ്റ്റിക്കർ കയറ്റി അങ്ങനെ. പിന്നെ നമ്മൾ കുറേ സാധനം വണ്ടി ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. പിന്നെ ട്യൂണിങ്ങിൽ ഞാൻ V10 എൻജിൻ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ടിങ് ടെർബോയും കയറ്റി. പിന്നെ സ്പോർട്ട് ടയർ കയറ്റി, ന്യൂ എക്സ്റ്റോയ്സ് കയറ്റി. പിന്നെ ട്യൂണിങ്ങിൻ്റെ സാധനം കയറ്റി, ബ്രേക്ക് കയറ്റി, ഫാസ്റ്റ് ഗിയർ ബോക്സ് കയറ്റി. അങ്ങനെ എല്ലാ സാധനവും നമ്മളിതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഇതെടുക്കാത്ത എനിക്കിൻ്റെ ട്രിപ്പിൾ ടെർബോ എടുക്കണം. അതിന് മണിയില്ല ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയും കൊണ്ടൊന്ന് ഈ റൈഡ് പോയിട്ട് വരാം. നമുക്ക് തന്നെ ടോപ്പ് സ്പീഡ് വയ്ക്കാം. അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് കഴുകണ്ട, നമുക്കൊന്ന് ടോപ്പ് സ്പീഡ് തന്നെ വയ്ക്കുക. ടോപ്പ് സ്പീഡ് വയ്ക്കുക, നമ്മൾ ഹൈവേ പോകണം ഗൈസ്. അപ്പോൾ ഹൈവേ ഇപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ആ സാധനം നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടി പൊട്ടിച്ചോടിക്കുന്നതാണ് ചേട്ടെ ഗൈസ്. ഇത് കണ്ട ഗൈസ്, തൊട്ടുമ്പോൾ പറക്കും. വണ്ടി തൊട്ടുമ്പോൾ പറക്കുക ഗൈസ്. ഞാൻ ഈ ഗെയിമിൽ കുറച്ച് ദിവസമായി. ഫ്രീ ഫയറിലും അധികം കയറുന്നൊന്നുമില്ല. എല്ലാ ഗെയിമിലെല്ലാം ഡള്ളാണ് ഗൈസ്. നമുക്കില്ലേ ഇതൊന്ന് നോക്കാം, മാപ്പ് നോക്കാം. ഏറ്റവും കൂടുതൽ കിലോമീറ്റർ കിട്ടുന്നത് ഇപ്പം എന്തായാലും ഇങ്ങോട്ട് നേരെ പോവുക. ടോപ്പ് സ്പീഡൊക്കെയാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ എത്ര കയറും നോക്കാം. 150, 160, 170, 180. ഇതാണ് ഗൈസ് പടമെന്ന് പറഞ്ഞ കയറുവാണല്ലോ. 250. നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൺട്രോൾ ആകുന്നതും തന്നെ വളയുന്നതും വിടാം. അങ്ങനെയാണ് ഗൈസ് നമ്മൾ ഇത് സ്പീഡ് ചെക്ക് ചെയ്യേണ്ടത്. നല്ല കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മൾ ഇപ്പം 320, 321, 322, 323, 324. ഇനി കയറുമോ? 325 അടിക്കുമോ? 325 അടിക്കുമോ? ഇല്ല, 325 ഗൈസ്. അപ്പം 325 അതിൻ്റെ മാക്സിമം സ്പീഡ്. 325 അതിൻ്റെ മാക്സിമം സ്പീഡ്. നമുക്കപ്പം ഒരു ലോങ് ഡ്രൈവ് പോകാം. നമുക്കപ്പോൾ സ്പോൺ ഏരിയയിലോട്ട് പോവാം. സ്പോൺ ഏരിയ ഇവിടെയാണ്. നമുക്ക് ഇവിടം വരെ വണ്ടി ഓടിച്ച് വരാം. എന്നിട്ട് നമ്മുടെ വണ്ടി നമുക്ക് റിപ്പയർ ചെയ്യാം ഗൈസ്. പറക്കാം നമുക്ക്. വണ്ടി പൊട്ടുന്നതാണ്. BMW ഞാൻ കഷ്ടപ്പെട്ട്
സമയം ഇതാക്കി ഗൈസ് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് വളയ്ക്കാൻ പറ്റുന്നില്ല. അല്ല ഇപ്പം എൻ്റെ വണ്ടി പോയി ഇടിച്ച് നമുക്കൊന്ന് സെറ്റാക്കി ഓടിക്കാം. നമുക്കിനി ഇതിൽ തന്നെ ഓഫ് റോഡ് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാം ഗൈസ്. വഴി ചെറുതായിട്ട് മാറിപ്പോയില്ല എന്നെ മോനെ ചത്ത്. അയ്യോ അറിയാതെ ഇൻസ്റ്റയൊക്കെ വന്ന് സോറി ഗൈസ്, അറിയാതെ കൈതട്ടി ഇൻസ്റ്റ ഓപ്പൺ ആയതാണ്. ഞാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ടെ, ഞാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ടെ ഗൈസ്. ഫോക്കസ് മോഡ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കളിക്കാം. ഇനി നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല, അത് നേരത്തെ ആ നോട്ടിഫിക്കേഷൻ വന്നോണ്ടാ ഗൈസ്. എന്താ അവസ്ഥയായിട്ട് നമുക്ക് സ്പോൺ ഏരിയ പോയിട്ട് നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാം. ഓ FPS ഡ്രോപ്പായി. നമ്മൾ വണ്ടി ഓടിക്കാൻ വലിയ പ്രോ ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. എന്ത് ഇതിൻ്റെ അതോട് കയറാത്ത? ഓ മറന്നേ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കൂടുതലാണല്ലോ. ഓ കയറത്തില്ല ഗൈസ്, വണ്ടി ഇടിച്ച് നാശമായി. വണ്ടി നാശമായി. ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് നോക്കാം. അയ്യോ ചെറിയൊരു മിസ്റ്റേക്ക്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് എങ്ങോട്ടാ വാതിലില്ലല്ലോ. ഓ ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ വണ്ടി കേറത്തില്ല. പക്ഷെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കൂടുതലാണ്. കണ്ടാ വണ്ടി കയറാത്ത കണ്ട, നമുക്ക് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ ഭാഗത്തൊക്കെ കയറ്റാൻ പറ്റും. കണ്ട അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ട് ഇതുണ്ട്, ഇതുണ്ട് ഗൈസ്. ഓ 20% ഉള്ള ചാർജ് ഇവിടെ എങ്ങാണ്ടായിട്ടാണ് ഗൈസ്. അറിയില്ല കറക്റ്റ് എവിടെ ആയിട്ടാണ്. ആ കണ്ട് നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ അടിക്കാം. ഞാൻ ഈ വട്ടത്തിലേക്ക് കാണിക്കാം. എഞ്ചിൻ ഡിസേബിൾ ആയി, നന്നായി. എന്തായാലും നമ്മൾ റെഡിയാക്കാൻ വന്നതല്ലേ, കുറച്ച് പണിയാകട്ടെ. പിന്നെ ഈ ഗെയിമിൽ റിപ്പയർ ഫ്രീ ആണ്, പക്ഷേ കാർ വാശി 2000 രൂപ എടുക്കണം. കാർ വാശി തുറക്കും. അയ്യോ പണി പാടിയ ഗൈസ്, ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പെട്ടെന്ന് കാണാം. ബൈ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.